കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രൊവിഷൻ അത് കർത്താവാണ്. ആ വ്യക്തി ആയിരിക്കുന്നത് ദൈവരാജ്യത്തിലായതുകൊണ്ട് ദൈവരാജ്യത്തിലെ എല്ലാ നന്മകളും ആ വ്യക്തി അനുഭവിക്കുവാനിടയാവും. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുക കർത്താവ്. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? മരുഭൂമിയിലെ സഭ എന്ന് അതിനെ വിളിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19:4 പറയുന്നത് ദൈവം അവരെ മരുഭൂമി കൊണ്ടുവന്നു എന്നല്ല, അവരെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന്. തൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കാവോ നിങ്ങൾക്ക്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. എങ്ങനെയാ ദൈവം അവരെ പരിപാലിച്ചത്? 3 വിധം. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. 3 വിധം അല്ല കേട്ടോ, 3 വിധം ഞാൻ തൊടുന്നുള്ളൂ. കാരണം നമ്മുടെ വിഷയം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് എടുക്കുക. എൻ്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. 3 വിധത്തിൽ അവരെ പരിപാലിച്ചു. ഒന്നാമത് അവർക്ക് വെള്ളം കൊടുത്തു. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, വെള്ളം കൊടുത്തു. എങ്ങനെയാ വെള്ളം കൊടുത്തത് നിങ്ങൾക്കറിയാവോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാ വെള്ളം കൊടുത്തത്? പാറ പിളർന്നിട്ട് വെള്ളം കൊടുത്തു. മോശയോട് കർത്താവ് പറഞ്ഞു, ആ വടി കൊണ്ട് നീ പാറയെ അടിക്കണം. ആ അടിക്കുന്ന നിമിഷത്തിൽ എന്തോ ഉണ്ടാകും? ആ പാറ പിളർന്ന് വെള്ളം ഉണ്ടാകും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പാറയിൽ നിന്നുള്ള വെള്ളം. കർത്താവ് പറഞ്ഞില്ല ഒരു കിണർ കുഴിക്കട എന്ന് പറഞ്ഞില്ല. അല്ല, ഒരു 20 ലക്ഷത്തോളം ആളുകളുണ്ട് കേട്ടോ, 20 ലക്ഷത്തോളം പേര്. എടാ, ഒരു കടൽ പോലെ അല്ലെങ്കിൽ ഒരു വലിയ കുളം കുഴിക്കട, അല്ലെങ്കിൽ ഇവന്മാർക്ക് എവിടെ നിന്നാ വെള്ളം കുടിക്കാൻ പറ്റുന്നേ എന്ന് കർത്താവ് പറഞ്ഞില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു വലിയ കിണർ കുഴിക്കട, 20 ലക്ഷം പേർക്ക് ഒരു കിണറ്റിലെ വല്ല എന്നെ ആവാനാ? മോട്ടർ അടിച്ച് ഊപ്പാടി വരത്തില്ലേ? അല്ല, ഒരു മരുഭൂമിക്കകത്തൊരു വലിയ കുളം 20 ലക്ഷം പേർക്ക് എവിടെ നിന്നാകാനാ? കഴിഞ്ഞില്ല. ഇവിടെ മൃഗങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, കന്നുകാലികളുണ്ട്. ഒരു മനുഷ്യൻ കുടിക്കുന്നതിൻ്റെ 10 ഇരട്ടി വെള്ളം ഒരു പശു കുടിക്കും. അല്ല, 20 ഇരട്ടി വെള്ളം ഒരു മനുഷ്യൻ കുടിക്കും. അല്ല, ഈ 35 ലിറ്റർ കുറയാതെ ഒരു പശു വെള്ളം കുടിക്കും. എൻ്റെ ചർച്ചിൽ പശുക്കൾ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കറിയാം. 35 ലിറ്റർ മിനിമം വേണം അതിന്. 50ഉം 60ഉം ലിറ്റർ വെള്ളം കുടിക്കുന്ന പശുക്കളുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? അതുപോലെ ചവറുപോലെ കിടക്കുക. ഇവന്മാർക്കെല്ലാം കൂടെ വെള്ളം കൊടുക്കുവാൻ കിണർ കുഴിക്കാൻ കർത്താവ് പറഞ്ഞില്ല, ഒരു പാറയെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവന്മാരോട് എല്ലാം കൂടെ ഓരോ ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് കോരി കുടിക്കിടുകയെന്നല്ല കർത്താവ് പറഞ്ഞേ, അതിൽ നിന്നും കൂടെ വെള്ളം ഒഴുകാനായി തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറയാവോ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ കുടിച്ചില്ലെന്ന് മാത്രമല്ല, ഇവരുടെ കന്നുകാലികൾ കുടിച്ചു. 20 ലക്ഷം പേര് കുടിച്ചു കേട്ടോ. എങ്കിൽ ആ പാറയിൽ നിന്ന് ഒഴുകിയത് ഒരു ഊറ്റല്ല, ഉറവയല്ല, ഒരു നദി തന്നെ ഒഴുകിയിട്ടുണ്ട്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ആദ്യത്തെ വാചകം കുടിക്കാൻ എന്തെങ്കിലും തരാന്നല്ല കർത്താവ് പറഞ്ഞ, ബെസ്റ്റ് വാട്ടർ ഇൻ ദ വേൾഡ്. അത് പാറയിൽ നിന്നുള്ള വെള്ളവാ. അത് കുടിക്കാൻ തന്ന വിധം എങ്ങനെയാ? നിന്റെ തലമുറ കുടിച്ചാലും തീരാത്ത വിധത്തിൽ എൻ്റെ ദൈവം അങ്ങ് തുറന്നു. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആദ്യത്തെ ദൂത് ശ്രദ്ധിക്കേ. ഈ പകൽ നിന്നോടാണ് ഞാൻ ഈ പറയുന്നത്. ദൈവരാജ്യത്തിലുള്ള ഒരു അവകാശമാ, നിന്റെ തലമുറ കുടിച്ചാൽ തീരാത്ത വിധത്തിൽ അവൻ നിന്നെ പരിപാലിക്കാനായി തുടങ്ങും. കൈയടിക്കുന്നവരൊന്ന് ചുണയായി കൈയടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തെങ്കിലും എൻ്റെ ദൈവം ചെയ്യത്തില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. രണ്ടാമത്തെ ഭക്ഷണം ശ്രദ്ധിക്കാവോ? രണ്ടാമത്തെ ഭക്ഷണം എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? ഒരു കൂടെ ഉള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേദപുസ്തകം പറയുക, മഞ്ഞിൽ പൊതിഞ്ഞുള്ള മഞ്ഞ വീണു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, മഞ്ഞിൽ പൊതിഞ്ഞ്. ഈ മഞ്ഞിൽ പൊതിഞ്ഞ് ഈ മഞ്ഞ വീണതിൻ്റെ കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി ഒരു സാധനം വെച്ചാൽ അത് കേടാകാത്തതിൻ്റെ കാരണം ഐസിലിരിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ഐസിലിരുന്ന ഒരു സാധനം കേടാവത്തില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു സാധനം ഭൂമിയിലേക്ക് വിട്ടപ്പോൾ ഐസിലാക്കി കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു, താഴെ ചെന്നിട്ട് ഇവന്മാർ പറക്കുന്നത് വരെ ആ ഐസ് അവിടെ ഇരുന്നോണം. ഐസ് മാറുന്നതോടുകൂടി ഇവർക്ക് പറക്കാം. അത് തേനോട് ചുട്ട ആടയോട് സദൃശ്യമാകും. കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നോ? ഇന്ന് രാവിലെ എനിക്ക് ഈ തലയിൽ കൂടെ ഈ സാധനം പോയേ. ആ മഞ്ഞിൽ പൊതിഞ്ഞിട്ട് ഈ സാധനം മേളിന്ന് വന്നേ. കാരണം എന്താ? റെഫ്രിജറേറ്റർ വെക്കാൻ സ്ഥലമില്ലെന്നേ. ഇമാരുടെ പോക്കറ്റ് ചെയ്ത് വെക്കാൻ ഒക്കത്തില്ല. വരുന്നത് വരെ എന്തിരിക്കണം? ഒരു രോഗാണു ഇതിനകത്ത് കയറരുത്. സ്വർഗം മേളിന്ന് പാഴ്സൽ വിട്ടതാ. അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗം മേളിന്ന് പാഴ്സൽ വിട്ടതാ. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. അത് ആരുടെ ഭക്ഷണമായിരുന്നെന്ന് അറിയാം? വേദപുസ്തകം പറയുന്ന മല്ലന്മാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മസിലൊക്കെ പെരുക്കുന്ന ആളുകളില്ലേ, ഇവിടെയും ഇവിടെയൊക്കെ പെരുത്തു വരുന്നത്. എന്നെപ്പോലെ ഇവിടെ പെരുത്തവരല്ല, ഈ നെഞ്ചിലും കയ്യിലൊക്കെ പെരുത്തിരിക്കുന്ന ആളുകളില്ലേ, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് മല്ലന്മാരുടെ ഭക്ഷണം. എന്ത് ഭക്ഷണം? അത് പ്രോട്ടീൻഡ് ഫുഡ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ്, എന്തെങ്കിലും ഒരു ഭക്ഷണം ദൈവം തരത്തില്ല, തരുന്നുവെങ്കിൽ സൂപ്പർ നാച്ചുറലായ ഭക്ഷണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ.
ഒരു വാചകം കൂടെ പറയട്ടെ. അടുത്ത വാചകം നിങ്ങൾ എഴുതിയിരിക്കുന്നത് വായിച്ചോ. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് വായിച്ചോ. അടുത്തത് കാടയെ കൊടുത്തു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ കാടയെ കൊടുത്തു. 1000 കോഴിക്കൊരു കാട എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത്രയും കലോറിയുള്ള, പ്രോട്ടീനുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള പക്ഷിയാ. ശ്രദ്ധിച്ചേ. ഈ കാടയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്നാ പറഞ്ഞേ. കാരണം എന്താ? മൃഗങ്ങളെ കൊന്നാൽ, അല്ല മീനെ പിടിച്ചാൽ, പക്ഷികളെ പിടിച്ചാലും 20 ലക്ഷം പേർക്ക് കൊടുക്കാൻ എവിടുന്നടാ ഈ ഭക്ഷണം എന്ന മോശ പോലും ചോദിച്ചത് എന്ന് പറഞ്ഞ ഇവിടെ നേതാവ് ചോദിക്കുവോ എങ്ങനെ ഇവർക്ക് ഇറച്ചു കൊടുക്കും, ഇത്രയും ആളുകൾ കിടക്കുവോ? പക്ഷെ സ്വർഗം എന്നാ ചെയ്തെന്ന് അറിയാവോ? അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗം ചെയ്ത് അറിയാവോ? ലിവ്യാധാൻ എന്ന് പറയുന്നതിൻ്റെ തലയെ അങ്ങോട്ട് തകർത്തിട്ട് ഒരു പുതിയ പക്ഷി അങ്ങോട്ട് ഉണ്ടാക്കി. അതുവരെ വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു പക്ഷി പുറപ്പാട് പുസ്തകത്തിൽ ഉണ്ടായി വരികയാ. ആ പക്ഷിയുടെ പേരാണ് കാടപ്പക്ഷി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? എൻ്റെ ദൈവം നിനക്ക് എന്തെങ്കിലും തുറന്നു തരാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി അവൻ അതങ്ങ് ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈ 3 പ്രൊവിഷനും അതുവരെ ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഈ 3 പ്രൊവിഷനും ഇവരുടെ ആരുടെയെങ്കിലും തലയിൽ കൂടെ പോയിട്ടില്ല. ഈ 3 പ്രൊവിഷൻ ഇവരുടെ തലയിൽ കൂടെ പോയിട്ടില്ലെന്ന് മാത്രമല്ല, ഹൃദയം കൊണ്ട് ഇവർക്ക് ചിന്തിക്കാനും പോലും വയ്യ. പക്ഷേ ചിന്തിക്കാൻ വയ്യാത്തത്, ചോദിക്കാൻ വയ്യാത്തത്, കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത് ഇതാ ഇവർക്ക് വേണ്ടി ദൈവം പുതിയതായി ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനകത്തുനിന്നൊരു ദൂത് പറയട്ടെ. എൻ്റെ ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ തുടങ്ങിയാൽ ഇതുവരെ ആർക്കും ഇല്ലാത്ത വിധത്തിൽ അവൻ നിനക്കത് ഉണ്ടാക്കി തരാൻ തുടങ്ങും. എന്താ നിങ്ങൾ കൈയടിക്കാത്ത? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ഞാൻ വാചകം പറയട്ടെ. ഇതുവരെ ആർക്കും ഇല്ലാത്തത് നിനക്ക് വേണ്ടി എന്നത് എൻ്റെ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്തത്, ആരും ഇത് അനുഭവിച്ചിട്ടില്ലാത്തത്, ആ വിധത്തിൽ എൻ്റെ ദൈവം നിനക്ക് ചില വഴികളെ തുറക്കാൻ ശക്തനാണ്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ വിചാരിക്കും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യം, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവ വൈതലിന് മാത്രമുള്ള ഒരു പ്രത്യേകത, ആർക്കും ചെയ്തിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി മാത്രം എന്ന വിധത്തിൽ എൻ്റെ ദൈവം ചെയ്യുവാൻ ശക്തനാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഒരു വാചകം പറഞ്ഞു, ചോദിക്കേ, എൻ്റെ നാമത്തിൽ ഇതുവരെ നിങ്ങൾ എൻ്റെ പിതാവിനോടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ തരാം. യേശു പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? ആ വാചകം പറയുന്നത് ചോദിച്ചാൽ തരാമെന്ന് മാത്രമല്ല കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന ശരിയായ ഭാഷ പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരാം. ഇതുവരെ ഇല്ലാത്തതാണ്, ആർക്കും ചെയ്തിട്ടില്ലാത്തതാണ് എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി തരാം. കൂടെ ഉള്ളവരൊന്ന് കൈയടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, ലോകം ഇതുവരെ ഇല്ലാത്തത്, ലോകം ഇതുവരെ മനസ്സിലാക്കാത്തത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയാം. ചേർന്ന് കൈയടിക്കാം, ഹല്ലേലൂയ പറയാം. സഹോദരങ്ങളെ, ഇതുവരെ ആർക്കും വേണ്ടി, ഇന്ന് വരെ ആർക്കും വേണ്ടി കണ്ടിട്ടില്ലാത്തത്, ചെയ്തിട്ടില്ലാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. എൻ്റെ മോനൊരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യം മേടിച്ചു കൊടുക്കാൻ ചെന്ന് ആ കടയിൽ ചോദിച്ചു, ഇത് എങ്ങനെയോ ചെയ്യുന്നത്? അവർ പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായി ഒരെണ്ണം ഉണ്ടാക്കാവോ? അവർ പറഞ്ഞു ഉണ്ടാക്കാം. ഞാൻ ഒരിക്കൽ മലേഷ്യ എന്നൊരു സ്ഥലത്ത് ചെന്ന സമയത്ത് ഒരു ബാഗ് കടയിൽ ചെന്നു. ആ ബാഗ് കടയിൽ ചെന്നിട്ട് അവർ ബാഗ് ഉണ്ടാക്കി കൊടുക്കുന്നയാൾ. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബാഗ് ഉണ്ടാക്കി തരാമോ? അവർ പറഞ്ഞു അങ്ങനൊരു പരിപാടി ഞങ്ങൾക്കുണ്ട്, ഒരു ബാഗേ ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ, അത് ലോകത്തിൽ ഒരാളുടെയും കൈയും കാണത്തില്ല, ഞങ്ങളുടെ സ്പെഷ്യൽ ഡിസൈൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്ന് വേണം. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ചിന്തിക്കുക, ലോകത്തിലെ ആളുകൾക്ക് അവർക്ക് മാത്രം എന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെങ്കിൽ തൻ്റെ ഏകജാതൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് എനിക്ക് വേണ്ടി ഇതുവരെ ആർക്കും ചെയ്യാത്തത്. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും, മഹത്വം കാണുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരോടാ ഈ കർത്താവ് പറഞ്ഞെന്നറിയാം? മർത്തയോടും മറിയോടും. എന്താ പറഞ്ഞ സാഹചര്യം അറിയോ? തൻ്റെ ദാസനായ തൻ്റെ ആങ്ങളെ മരിച്ചുപോയി. എവിടെ കിടക്കുക? ഇപ്പോൾ ശവക്കല്ലറയിൽ കിടക്കുക. എവിടെ കിടക്കുക? സെമിത്തേരി കിടക്കുക, ശവപ്പറമ്പിൽ കിടക്കുക. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു എവിടെ കിടക്കുക? സെമിത്തേരി കിടക്കുക, ശവപ്പറമ്പിൽ കിടക്കുക. 4 ദിവസമായി കുഴിച്ചിട്ടിട്ട്. എത്ര ദിവസമായി? 4 ദിവസമായി കുഴിച്ചിട്ടിട്ട്. ആ കുഴിച്ച് കിടക്കുന്ന സ്ഥലത്ത് നിന്ന്
യേശു കർത്താവ് അവനെ അങ്ങ് പൊക്കി. അതിൻ്റെ പേരാണ് ദൈവമഹത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടി ഇന്നലെ വരെ ചെയ്തിട്ടുള്ളത് നീ അനുഭവിക്കുന്നതിൻ്റെ പേരല്ല ദൈവമഹത്വം. പകരം ആർക്കും വേണ്ടി ചെയ്യാത്ത വിധത്തിൽ നീ ചിലത് അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ മഹത്വം. ആരും അതിനെ കൈയടിക്കാത്ത എന്താ? ഹല്ലേലൂയ പറയാത്ത എന്താ? ഈ പകൽ അത് വിശ്വസിക്കുന്നവരൊന്ന് ചാടി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒന്ന് തുള്ളിച്ചാടി ആമേൻ പറഞ്ഞാട്ടെ, അതൊന്ന് ഏറ്റെടുത്ത് എന്നിട്ട് പറഞ്ഞേ, ഇതുവരെ ആർക്കും ഇല്ലാത്തത് ഞാൻ അനുഭവിക്കും. പറ പറ പറ, വായി തുറന്ന് പറ. ഉത്സാഹം കെട്ടുപോകരുത്. അത് റിസീവ് ചെയ്യേ. അത് എനിക്കുള്ളതാന്ന് പറ. അത് ഞാൻ അനുഭവിക്കുമെന്ന് പറ. കൈയടിച്ചുകൊണ്ട് പറ ഹല്ലേലൂയ. ആർക്കും വേണ്ടി ചെയ്യാത്തത് എനിക്ക് വേണ്ടി ദൈവം ചെയ്യും. ലോകത്ത് ആരും അനുഭവിക്കാത്തത് ഞാൻ അനുഭവിക്കും. കൈകളടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഇത് പ്രസംഗം കേൾക്കുകയല്ല, പകരം നിന്നോട് ഞാനൊരു ദൂത് പറയുകയാണ്. നിന്റെ വീട്ടിൽ ആളുകൾ ചോദിച്ചു, ഇതെന്തായി പ്രാർത്ഥനയ്ക്ക് പോയിട്ട്? നിന്റെ പാണ്ടെന്നാ മാറാഞ്ഞത്? നിന്റെ ക്യാൻസർ എന്നാ മാറാഞ്ഞത്? അവരോട് പറ, ഇതുവരെ ലോകത്തിൽ ആർക്കും ചെയ്തിട്ടില്ലാത്തത് എനിക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യും. കമോൺ, ആർത്തു വിളിച്ച് ആമേൻ പറ. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. എനിക്ക് എന്ന വിധത്തിൽ ദൈവം ചിലത് ചെയ്യുകയാണ്. എന്റെ വാചകം ശ്രദ്ധിച്ചോ, എന്റെ വാചകം ശ്രദ്ധിച്ചോ. ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി. അതുകൊണ്ടാണ് നെഹൂം പ്രവചനം പറഞ്ഞത്, കൊടുങ്കാറ്റിന്റെ നടുവിൽ, ചുഴലിക്കാറ്റിന് നടുവിൽ യഹോവയ്ക്ക് വഴിയുണ്ട്. ഇപ്പോൾ നീ കാണുന്നത് കൊടുങ്കാറ്റാകാം. 1-ാം അധ്യായം 3-ാം വാക്യം. നീ ഇപ്പോൾ കാണുന്നത് കൊടുങ്കാറ്റാകാം, രോഗത്തിന്റെ കൊടുങ്കാറ്റ്. ചുഴലിക്കാറ്റാകാം, കടഭാരത്തിന്റെ ചുഴലിക്കാറ്റ്. അത് നിന്നെ തകർത്തേ പോകത്തുള്ളെന്നായിരിക്കാം പകുന്നത് ലോകം പറയുന്നത്. പക്ഷെ എന്റെ ദൈവം പറയുക, അതിന്റെ നടുവിലൂടെ നിനക്ക് വേണ്ടി ഒരു വഴിയെ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. യേശുവേ നിന്ന് വിളിക്കേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ആരെങ്കിലുമൊക്കെ ഇന്ന് പകൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആർക്കും ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം ഇന്ന് പകൽ ചെയ്യട്ടതായി നന്ദി. എന്റെ കയ്യിൽ വെള്ളപ്പാണ്ടുണ്ട്. ആർക്കും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ജോൺ ദാരിനു വേണ്ടി ദൈവം ചെയ്യുകയാണ്. In the name of Jesus. രോഗങ്ങൾ തീർന്നു പോകട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, വെള്ളപ്പാണ്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ കടഭാരം മാറിപ്പോകട്ടെ. ചിലർക്ക് വസ്തുവകകൾ സൂപ്പർ നാച്ചുറലായി ഉണ്ടാകട്ടെ. ജപ്തി നോട്ടീസ് കീറിപ്പോകട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഞാൻ നിന്നോട് ചിലത് പറയട്ടെ. ലക്ഷങ്ങളുടെ ബിസിനസ്സുകൾ നിന്റെ കൈകളിലേക്ക് വരും. ഒറ്റ പകൽ കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനത്തെ കോടികളുടെ അധിപതികളാക്കിയെങ്കിൽ നിന്നെ ഒറ്റ പകൽ കൊണ്ട് ലക്ഷങ്ങളും കോടികളും നിന്റെ കൈ തരാൻ എന്റെ ദൈവത്തിന് പറ്റും. കൂടുണ്ടെങ്കിൽ കൈയടിച്ചു ഹല്ലേലൂയ പറ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ സഹോദരങ്ങളെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഇതുവരെ ആർക്കും ചെയ്യാത്തത് എന്റെ ദൈവം നിനക്ക് ചെയ്യും. ഒരു 5-6 പേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇതുവരെ ആർക്കും ചെയ്യാത്തത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവരാജ്യത്തിൽ ഓരോ ഇൻഡിവിജ്വലായ ആളുകളും ദൈവത്തിന് സ്പെഷ്യലാണ്. നിങ്ങൾ എന്തിനാ ആമീൻ പറയാത്തേ? എന്ന് പറഞ്ഞ ഞാൻ ആരാ ദൈവത്തിന്? സ്പെഷ്യലാണ്. നിങ്ങളുടെ മുഖം അടുത്തിരിക്കുന്ന ആളുടെ മുഖം ഒരേപോലെ ഇരിക്കുവാണോ? നിന്റെ അപ്പന് 4 പിള്ളേരുണ്ടായാൽ 4 4 വിധത്തിലാണ് ഇരിക്കുന്നേ. അങ്ങനെ ദൈവത്തിന് ഉണ്ടാക്കാമെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം. ഒരു മനുഷ്യൻ 4 പടം വരച്ചുണ്ടല്ലോ, ആ 4 പടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പടം ഒരുമിച്ച് സാദൃശ്യമുള്ളത് ഉണ്ടാകും. എന്നാൽ എൻ്റെ ദൈവം ഏതെങ്കിലും ഒന്നിനെ ഉണ്ടാക്കിയുണ്ടല്ലോ, ഒരെണ്ണത്തിന് ഒന്നിനോടൊരു സാദൃശ്യമില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു സ്വർഗത്തെയാ നീ സേവിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് പറ, എനിക്ക് വേണ്ടി ചിലത് ഉണ്ടാക്കി തരുന്നവൻ. പറയണം നിങ്ങളാ. അയ്യോ ബ്രദറെ, മഴയാ, യൂട്രസ് എടുത്ത് കളഞ്ഞു. എടയുവേ, അതാണ് ഏറ്റവും നല്ലത്, അത്ഭുതത്തിനുള്ള ചാൻസ്.
യൂട്രസ് പോയി ബ്രദറെ. പിന്നെ ഇങ്ങനെ പിള്ളേരുണ്ട് ഭാരപ്പെടണമെന്നേ, പുതിയ യൂട്രസും അതിന്റെ കൂട്ടത്തിൽ കൊച്ചിനെ കൂടെ തരാൻ ദൈവത്തിന് പറ്റും. ഈ ലോകത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയവനെ എന്ത് കഴിയാത്തതുണ്ടോ? എന്നാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. സൗരങ്ങളെ, നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മൾ ഇതുവരെയും കോംപ്രമൈസ് ചെയ്താ ജീവിച്ചത്. എന്തെങ്കിലുമൊക്കെ മതി, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. അങ്ങനെയല്ല സൗരങ്ങളെ, നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരും. ആരെങ്കിലുമൊക്കെ ഇത് ഏറ്റെടുക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനൊരു സ്പെഷ്യൽ, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, സകല ജാതികളിലും വെച്ച് നിങ്ങൾ എനിക്കൊരു പ്രത്യേക വംശമായിരിക്കും. ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസ്രായേൽ ജനത്തെ കർത്താവ് നടത്തിയ വിധം എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നുവെന്ന്. അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഭക്ഷണം നൽകി, അത്രയും ജനത്തിന് കുടിക്കുവാൻ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. എത്രയോ ശ്രേഷ്ഠമായ വിധത്തിൽ കർത്താവ് ആ ജനത്തെ നടത്തി. അതുപോലെ ഇതുവരെ ആർക്കും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നടത്തുവാനിടയാകും. ദൈവരാജ്യത്തിലായിരിക്കുന്ന നാം നാളെക്കുറിച്ച് ഭാരപ്പെടേണ്ടവരല്ല, കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടവരാണ്. കർത്താവ് അതിനായി ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ ബ്രദറിൻ്റെ പേര് സോമൻ ലാസർ എന്നാണ്. മുംബൈയിൽ നിന്നാണ് വരുന്നത്. 2019 ജനുവരിയിൽ വെച്ചിട്ട് മുംബൈയിൽ വെച്ച് ഒരു സ്ട്രോക്ക് വന്ന് അതിൻ്റെ ഫലമായിട്ട് ഒരു ഇടത് സൈഡ് മുഴുവൻ പാരലൈസിസ് ആയിപ്പോയി. ഒരു സൈഡ് മൊത്തം പാരലൈസ് ആയിപ്പോയി. എന്നിട്ട് ബ്രദർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിനായി വന്നു. ബ്രദറിൻ്റെ സിസ്റ്റർ ഇവിടെ നമ്മുടെ ചർച്ചിൽ സ്ഥിരം വരുന്ന ഒരു വ്യക്തിയാണ്. ആ സിസ്റ്റർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കിടക്കയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയും പറയുന്നു. ആമേൻ. ബ്രദർ ഒന്ന് പറയാമോ, ജനുവരി മാസത്തിലാണോ സ്ട്രോക്ക് വന്നത്? ജനുവരി 21 സ്ട്രോക്ക് വന്നത്. ബ്രദർ എവിടെയാണ് താമസിക്കുന്നത്? ജനുവരി 1 വന്നു. ജനുവരി 12 മെഡിക്കൽ കോളേജ് അഡ്മിറ്റായി. ഇവിടെ വന്നത് ജനുവരി 20 ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പ്രാർത്ഥനയ്ക്ക് ബ്രദറിൻ്റെ പേര്, എൻ്റെ സിസ്റ്റർ ഒരു ആരാധികയാണ്. ബ്രദറിൻ്റെ സിസ്റ്റർ ഇവിടെ വരാറുണ്ട്. നമ്മുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതെ, ഇപ്പോഴും സിസ്റ്റർ ഉണ്ട്, മുൻപിൽ ഇരിക്കുകയാണ്. ബ്രദർ അന്ന് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ബ്രദറിൻ്റെ സ്ഥിതി? സ്ഥലം ബലഹീനതായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം അല്പം വിടുതൽ കിട്ടിയ. ഇവിടെ വരുമ്പം ഒരു സൈഡ് പാരലൈസ് ആയി, നനക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പം പാരലൈസ് ആയിരുന്നു. ഇവിടെ പോകുമ്പോൾ പിന്നെ അല്പം നടന്നു പോയി. ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പം നടന്നു പോകാനിടയായി തീർന്നു. നടന്നു പോകാനിടയായി. ഹല്ലേലൂയ. ബ്രദർ പറയുന്ന സാക്ഷ്യം, ജനുവരി മാസത്തിൽ ബ്രദറിന് സ്ട്രോക്ക് വന്നു. അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നാൽ ബ്രദർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു സൈഡ് തളർന്ന അവസ്ഥയിൽ ഇവിടെ വന്ന ബ്രദർ തിരിച്ചു പോകുമ്പോൾ നടന്നുകൊണ്ടാണ് പോകുവാനിടയായി തീർന്നത്. ആ നല്ല കർത്താവിനെ ഓർത്ത് കരങ്ങളെ അടിച്ച് സ്തുതിക്കാം. താങ്ക് യു ജീസസ്. ആമേൻ. സിസ്റ്റർ, ഈ ആൻറ്റിയുടെ പേര് വിമല എന്നാണ്. ആര്യങ്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. കർത്താവ് ചെയ്ത 2 അത്ഭുത സാക്ഷ്യങ്ങളാണ് ഈ ആൻറ്റിക്ക് പറയാനുള്ളത്. ആമേൻ. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആൻറ്റിക്ക് 6 മാസമായിട്ട് തുടർച്ചയായിട്ട് പല്ലുവേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചു, മെഡിസിൻ കഴിച്ചിട്ടും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ആൻറ്റി പറഞ്ഞിരുന്നത്. അങ്ങനെ ആൻറ്റി മെയ് 12 ചർച്ചിൽ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2.5 മാസമായി ആൻറ്റി പറയുന്നത് തുടർച്ചയായിട്ടുണ്ടായിരുന്ന പല്ലുവേദന പൂർണ്ണമായി മാറി എന്നാണ്. ആമേൻ. ഇപ്പോൾ പല്ലുവേദന ഇല്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആൻറ്റിക്ക് 7 വർഷങ്ങൾക്ക് മുമ്പേ ഒരു വെയിറ്റ് എടുത്തത് കാരണം ലെഫ്റ്റ് സൈഡിലുള്ള ഹിപ്പിലെ എല്ല് പൊട്ടുവാനിടയായി. ഹിപ്പിൻ്റെ എല്ല് പൊട്ടി. അതിനുശേഷം ആൻറ്റിക്ക് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് നേരം നിൽക്കാനൊന്നും സാധിക്കത്തില്ലായിരുന്നു. ആൻറ്റി പറയുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടത്തിയെന്നാണ് പറയുന്നത്. നിസ്സാരം ഒന്ന് കിടക്കുവാൻ പോലും ആൻറ്റിക്ക് തൈലം ഇട്ടിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് ജൂലൈ 24 TV-യിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റി പറയുന്നത് ആ സമയത്ത് പോലും ആൻറ്റിക്ക് വല്ലാത്ത പെയിൻ ആയിരുന്നു എന്നാണ്.
അപ്പോൾ ആൻറ്റി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വസിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ ഹിപ്പിൽ ആരോ വിരൽ തൊടുന്നത് പോലെ ആൻറ്റിക്ക് തോന്നി. ആൻറ്റി പറയുന്നത് ആ അനുഭവത്തിന് ശേഷം 7 വർഷമായിട്ടുണ്ടായിരുന്ന ആ പെയിൻ എല്ലാം മാറി എന്നാണ് പറയുന്നത്. 7 വർഷം മുമ്പ് ഹിപ്പ് പൊട്ടി, അതിനുശേഷം ഇന്ന് വരെ വേദനയായിരുന്നു. ആയുർവേദം അലോപ്പതി എല്ലാ മരുന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ നമ്മുടെ പ്രോഗ്രാം കണ്ടത്? ഇപ്പോഴും എനിക്ക് 4-5 ദിവസം കൊണ്ടേ വയ്യാതെ ഞാൻ കിടപ്പായിരുന്നു. എന്നിട്ട് 4-5 ദിവസം മുമ്പ് കിടപ്പായിരുന്നു. ബുധനാഴ്ച ഞാൻ കിടന്നുകൊണ്ട് കേട്ട് റൂമിൽ TV അടുത്ത് പോവാൻ എനിക്ക് വയ്യായിരുന്നു. വ്യാഴാഴ്ച ഞാൻ എന്നാലും ഇഴഞ്ഞു പോയെന്ന് വേണം പറയാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടി കസേരയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴെനിക്ക് ഒരാൾ ഇങ്ങനെ വിരൽ തൊടുന്നത് പോലെ ഒരു അതിനുശേഷം പരിപൂർണമായിട്ടും സൗഖ്യമായി. കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ കിച്ചണിൽ പോയി എല്ലാ ജോലികളൊക്കെ ചെയ്തു. ഹല്ലേലൂയ. അതിനുശേഷം ഈ അമ്മ കിച്ചണിൽ പോയി എല്ലാ ജോലിയും ചെയ്തെന്നാണ് പറയുന്നത്. 7 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. 7 വർഷത്തോളം അമ്മ അതിൻ്റെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരം ഈ അമ്മയെ തൊട്ടു. അന്ന് മുതൽ സൗഖ്യത്തിലേക്ക് വന്നു. ആ നല്ല കർത്താവിനെ കരങ്ങളെ അടിച്ച് സ്തുതിക്കാം. താങ്ക് യു ജീസസ്. ആമേൻ. ഈ സിസ്റ്ററിൻ്റെ പേര് ശ്രീജ എന്നാണ്. ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് സിസ്റ്റർ വരുന്നത്. ഈ സിസ്റ്ററിന് റെഗുലർ പീരീഡ്സ് ഉണ്ടാകുന്നില്ലായിരുന്നു. ആ പീരീഡ്സ് ആകുന്ന സമയത്ത് തന്നെ ഒരു സൈഡ് ഫുള്ള് പെയിൻ ആയിരുന്നു. ഒത്തിരി ഭാരത്തോടെ ആയിരുന്നു സിസ്റ്റർ ആയിരുന്നത്. കഴിഞ്ഞ സൺഡേ നമ്മുടെ കാട്ടാക്കട മീറ്റിങ്ങിൽ സിസ്റ്റർ പങ്കെടുത്തു. ബ്രദറിനെ കണ്ടു പ്രാർത്ഥിക്കുന്ന സമയം ബ്രദർ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററിനെ കർത്താവ് ഇപ്പോൾ തൊടുന്നുണ്ടോ എന്ന് പറഞ്ഞു. സിസ്റ്റർ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സിസ്റ്ററിൻ്റെ വയറിനകത്തേക്ക് ഒരു കൈ തൊടുന്നതും തൊടുന്ന സമയത്ത് തന്നെ വയറിനകത്ത് നിന്ന് വേരോടെ എന്തോ പറഞ്ഞു പോകുന്നതും പോലെ സിസ്റ്ററിന് തോന്നി. സിസ്റ്റർ പറയുന്നത് അതിനുശേഷം ആ പ്രയാസമില്ല, വേദനയില്ല, കർത്താവ് സിസ്റ്ററിന്റെ മേൽ പൂർണ്ണമായി സൗഖ്യം നൽകി എന്നാണ് നമ്മളോട് പറയുന്നത്. താങ്ക് യു ജീസസ്. കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. ആമേൻ. താങ്ക് യു ജീസസ്. സിസ്റ്റർ, ഈ ആൻറ്റിയുടെ പേര് ബേബി എന്നാണ്. ഈ ആൻറ്റിയുടെ അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. അമ്മയുടെ പേര് ചെഞ്ചലാശി എന്നാണ്. വട്ടപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ അമ്മയ്ക്ക് ലഭിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. ഈ അമ്മയ്ക്ക് 10 മാസമായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. 10 മാസമായിട്ട് അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ആൻറ്റി പേടിച്ച് നിലവിളിച്ചു. ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ നടത്തിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് ഈ അമ്മയുടെ മകളുണ്ടായിരുന്നു. ആൻറ്റി വിശ്വസിച്ച് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ദൈവരാജ്യത്തിലാണ്, ഞായറാഴ്ച ചർച്ചിൽ കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ചർച്ചിൽ കടന്നു വന്നു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. 8 മാസമായി അമ്മ ചർച്ചിൽ വരുന്നു. ചർച്ചിൽ വന്ന് 2 മാസം ആയപ്പോൾ തന്നെ ആ വീക്കം കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതം തോന്നി, തൈറോയ്ഡ് ഇല്ല എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. 10 വർഷമായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ് അമ്മയുടെ പറഞ്ഞ് ദൈവരാജ്യത്താണ് മറക്കണ്ട, ശകലവും ഇല്ല എന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ്. പിന്നീട് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒട്ടും തൈറോയ്ഡ് ഇല്ല. മുഴ എങ്ങനെ പുറത്ത് കാണാമായിരുന്നു? ഇവിടെ എല്ലാവരും കണ്ടു. ഹല്ലേലൂയ. 10 വർഷമായിട്ട് അമ്മയ്ക്ക് തൈറോയ്ഡ് ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ തിയേറ്ററിൽ കയറ്റിയെന്നാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ കർത്താവിൻ്റെ കൃപ ഈ അമ്മയെ കത്തിവെക്കുവാൻ ഇടയാക്കാതെ വണ്ണം ഇപ്പോൾ സൗഖ്യത്തോടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിരിക്കുന്നു. ആ നല്ല കർത്താവിനെ കരങ്ങളടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രവൃത്തി കുടുംബത്തിലുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവേ, വിദേശത്ത് പോയിട്ട് യാതൊരു വിവരവുമില്ലാത്ത തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ പ്രവൃത്തി കുടുംബത്തിലുണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ആ മകന് യാതൊരു അനർത്ഥവും ഉണ്ടാകാതെ കർത്താവെ ഭവനത്തിൽ തിരിച്ചു വരുവാനിടയാവട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, വർഷങ്ങളായി മൈഗ്രെയിനാൽ ഭാരപ്പെടുന്ന കർത്താവെ, ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന
ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി കുടുംബങ്ങളിലുണ്ടാവട്ടെ. യേശുജാർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിക്കണമേ അപ്പാ. കർത്താവെ, സാമ്പത്തികമായി കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. ദൈവിക നന്മകൾ ആ കുടുംബത്തിലുണ്ടാവട്ടെ. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുജ അവർ ഉന്നത വിജയത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഓരോ നിമിഷവും ലോകപ്രകാരമല്ല, ക്രിസ്തുവിനാൽ തന്നെ ജീവിക്കേണ്ടതിന് കർത്താവെ മുന്നോട്ട് പോകേണ്ടതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.